ഹലോ എവരിവൺ. ഇത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആണ്, ഒരു ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. ഇത് എലിയറ്റ് വേവ് തിയറിയുടെ ഒരു ബേസ്ഡ് വീഡിയോ ആണ്. എലിയറ്റ് വേവ് തിയറിയുടെ തിയറി സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമുക്ക് വരുന്ന ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് എല്ലാവരും എലിയറ്റ് വേവ് തിയറി പഠിക്കുക. എലിയറ്റ് വേവിൻ്റെ ഫസ്റ്റ് ഇമ്പൾസീവ് മൂവ് 1 2 3 4 5 ആൻഡ് ദെൻ സെക്കൻഡാണ് നമ്മുടെ ABC കറക്ഷൻസ്. അതും മസ്റ്റായിട്ട് എല്ലാവരും കൂടി പഠിക്കുക. അത് പഠിച്ചാലേ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ കൺഫർമേഷൻ കിട്ടും. പ്രൈസ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്, എങ്ങനെ എൻട്രി എടുക്കേണ്ടത്. സോ എലിയറ്റ് വേവ് തിയറി നമുക്കത് പറഞ്ഞു തരും. ഓക്കെ, എലിയറ്റ് വേവ് തിയറി ഞാൻ ഇത്ര നാളായിട്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത് അതിൽ ആകെ ഇമ്പൾസീവ് മൂവ്സ് ആണ്. ഇമ്പൾസീവ് മൂവ്സ് ദാറ്റ് മീൻസ് 1 2 3 4 5 ഇതൊക്കെ ബേസിക് ആണ്. ഓക്കെ, ഇതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1 2 3 4 5 ആ ഒരു തിയറിയാണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ബട്ട് എനിക്ക് ഇത്ര ദിവസമായിട്ട് ഞാൻ ഈ വേവ് തിയറി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്ര ദിവസമായിട്ട് എനിക്ക് എൻ്റെ അടുത്ത് ആരും ഇതൊരു ചോദിച്ചിട്ടില്ല, സാർ ഈ ഒരു ബോട്ടം നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുക. അത് നോർമലി ശരിക്കും നമ്മുടെ നമ്മൾ നോക്കുവാണെങ്കിൽ ആളുകൾക്ക് എലിയറ്റ് വേവ് തിയറി അറിയില്ല. അത് വേറെ ഒരു കാര്യമാണ്. അറിയില്ല എന്ന് വെച്ചാൽ ആരും അങ്ങനെ നമ്മുടെ ബിഗിനേഴ്സ്ക്ക് ഒന്നാമത്തെ അത് ടഫായിട്ട് തോന്നും. പിന്നെ ഒത്തിരി പേർക്ക് അത് പേര് പോലെ കേട്ടിട്ടില്ല എലിയറ്റ് വേവ് തിയറീസ് എന്താണ്. സോ അതുകൊണ്ട് ഞാൻ ബേസിക് മാത്രം ഇതുവരെ എൻ്റെ ചാനലിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ മസ്റ്റായിട്ട് അത് വീഡിയോ കാണണം. ആ ബേസിക് നോളജ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ യെസ് ഇത് ടഫാണ്. ഞാൻ ആക്ച്വലി ഒരു നോർമൽ പേഴ്സണാണ്, നോർമൽ ഒരു ട്രേഡറാണ്. ഞാൻ പറഞ്ഞത് ടഫാണ്. ബട്ട് ഇത് നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇത് അനലൈസിസ് ഏത് ചാർട്ടിൽ വേണമെങ്കിൽ തന്നെ അനലൈസിസ് ചെയ്യാൻ പറ്റും. അത് ബേസിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ആൻഡ് യെസ്, സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രമേ നോക്കി നടക്കും. ആൻഡ് അതുകൊണ്ട് ഒന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. തട്ടിമുട്ടി ട്രേഡ്സേ കിട്ടും. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റബിൾ ട്രേഡർ നിങ്ങൾ ആവുമായിരിക്കും. ബട്ട് അപ്കമിങ് ടൈം വരുന്ന ഫ്യൂച്ചർ അത് ഭയങ്കര ടഫാണ്. ഇപ്പോൾ ഇനി മാർക്കറ്റിൽ നമ്മൾ ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ഒത്തിരി വലിയ വലിയ ട്രേഡേഴ്സ് പുറത്തുള്ള ഒരു കേട്ടിട്ടുണ്ടാവുള്ളൂ. പുറത്തുള്ള ഒരു ന്യൂസ് വന്നിട്ട് ഇപ്പോൾ കുറേ കൈയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറേ ട്രാപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ആ ഒരു അവരുടെ അടുത്താണ് ഒരു കോമ്പറ്റീഷൻ നമ്മൾ നടക്കുന്നത്. സോ അവർക്ക് അവരുടെ ആ ഒരു നോളജ് ഉള്ള ഒരു ട്രേഡിങ് നമുക്ക് പഠിക്കാനാണെങ്കിൽ ആ ഒരു ഹൈ ക്ലാസ് ആണെങ്കിൽ, സോ പ്ലീസ് എലിയറ്റ് വേവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പഠിക്കുക, ഒന്ന് ട്രൈ ചെയ്യണം മസ്റ്റായിട്ട്. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ദിവസമായിട്ട് 1 2 3 4 5 പഠിച്ചു. ബട്ട് ഇതിൻ്റെ സീറോ നമ്മൾ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല, അറിയില്ല. അതുകൊണ്ടാണ് ആരും ചോദിക്കുന്നേ ഇല്ല. എങ്ങനെയാണ് സീറോ കണ്ടുപിടിക്കുക, നമുക്ക് എപ്പോഴാണ് ഇതൊരു ബോട്ടം ഫൈൻഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഇപ്പോൾ നോക്കിക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലോ അടിച്ച്, ഇത് കണ്ടോ, ഇതൊരു ജസ്റ്റ് നോർമൽ ഒരു ചാർട്ടായിട്ട് നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ ആണ് എടുത്തേക്കുന്നത്. ചാർജസ് കാണിക്കാൻ ഏതെങ്കിലും ഒരു ചാർട്ടിൽ ചെയ്യുക. ഞാൻ ഇത് തന്നെ എടുത്തു വെച്ചിട്ട് റാൻഡംലി ഏതാണെങ്കിൽ നോക്കാം. ഓക്കെ, സോ ഈ ലോ അടിച്ചു. ദെൻ പിന്നെ ഒരു ജസ്റ്റ് പോയിട്ട് റീട്രേസ്മെൻറ്റ് എടുത്തു. ആൻഡ് ദെൻ വീണ്ടും ബൗൺസ്. ബട്ട് ഫസ്റ്റ് വേവിൻ്റെ സപ്പോസ് നമ്മൾ ഇതാണ് ബോട്ടം എന്ന് ഫൈൻഡ് ചെയ്തു, ക്രോസ് ചെയ്തു, ഒരു ഹൈ അടിച്ച്, ദെൻ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, റിട്രേസ്മെൻറ്റ്. ദെൻ ബട്ട് ഫസ്റ്റ് വേവിൻ്റെ ഹൈ എപ്പോഴും ഫസ്റ്റ് വേവിൻ്റെ ഹൈ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് വേവിൻ്റെ ഹൈ ഇതാണ്. ഓക്കെ, സോ ഇവിടെ പ്രൈസ് പോയി മുകളിലേക്ക് പോയി. അവിടെ നിന്ന് റിജക്ഷൻ എടുത്തിട്ട് വീണ്ടും താഴെ ഇവിടെ വരെ പോയി. നെക്സ്റ്റ് ഡേ ഗ്യാപ് ഡൗൺ ആയി. ഗ്യാപ് ഡൗൺ ആകുമ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കിയെടുക്കുക, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് മറ്റേത് ബോട്ടം അല്ല. ഈ ലോ ബ്രേക്ക് ചെയ്തല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഡേ ഇത് കണ്ടോ, ഗ്യാപ് ഡൗൺ ആയി, ഇത് ബ്രേക്ക് ചെയ്ത്. ദാറ്റ് മീൻസ് അത് ബോട്ടം അല്ല. ഓക്കെ, പ്രൈസ് ഇവിടെ നിന്ന് സപ്പോർട്ട് തിരിച്ച് കയറ്റി ട്രാപ്പ് ചെയ്യാൻ. ബട്ട് വീണ്ടും ഫസ്റ്റ് വേവിൻ്റെ അവിടെ നിന്ന് റിജക്ഷൻ എടുത്തിട്ട് വീണ്ടും അടിച്ച് താഴോട്ട് വീഴുന്നു. സോ ആ ഒരു ലോജിക് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. ആൻഡ് ഇതൊരു ബോട്ടം അല്ല, മനസ്സിലായല്ലോ ഇങ്ങനെ. ഓക്കെ, പിന്നെ വീണ്ടും പ്രൈസ് താഴേക്ക് വന്നു, റിജക്ഷൻ എടുത്ത് താഴേക്ക് വരുന്നു. ഓക്കെ, ഇവിടെയും പിന്നെ വീണ്ടും പോയി മുകളിൽ റിജക്ഷൻ എടുത്തു, പിന്നെ താഴേക്ക് വരുന്നു. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്, ലോവർ ലോ. ഇത് കണ്ട, ഇവിടെ ഒരു ലോവർ ആൻഡ് ദെൻ വീണ്ടും അഗെയിൻ ഇപ്പോൾ ഇനി ലേറ്റസ്റ്റ് വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് കണ്ട, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു.
എൻഡിങ് ഡയലിൽ ഓർ ലീഡിങ് ഡയലിനെ ഞാനിപ്പോൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, അതല്ല കാര്യം. ഇപ്പോൾ ഒന്നും നോക്കാനൊന്നുമില്ല. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതാണോ ബോട്ടം ഓർ ഇതാണോ ബോട്ടം ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. ഇൻഡിക്കേറ്ററുടെ പേരാണ് MACD. RSI യൂസ് ചെയ്യാം. RSI യൂഷ്വലി അതും യൂസ് ചെയ്യാം. MACD യൂസ് ചെയ്യാം. എലിയറ്റ് വേവ് തിയറി MACD ആണ് യൂഷ്വൽ. നിങ്ങൾക്ക് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുക. നമ്മുടെ MACD നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെ താഴെ ഐക്കൺസ് ഉണ്ട്, ഇത് ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ പോവുക, ഇവിടെ മുകളിൽ തന്നെ സെർച്ച് ബാർ ഉണ്ട്, ഇവിടെ MACD നമ്മൾ സെർച്ച് ചെയ്ത് നോർമൽ. ഓക്കെ, MACD മൂവിങ് ആവറേജസ് മൂവിങ് ആവറേജ് കൺവെർജൻസ് ഡൈവേർജൻസ്. ഓക്കെ, സോ ഇത് നോർമലി ഇത് തന്നെയാണ്, വേറൊന്നും ചേഞ്ചസ് ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്, ഇതുപോലെ തന്നെയാണ്. ഓക്കെ, അതിനകത്തൊന്നും ചേഞ്ചസ് നമുക്ക് വരുത്താനൊന്നുമില്ല. ഓക്കെ, ഇത് നമ്മൾ നോക്കുക. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഈ ലോ, ഇത് കണ്ടോ, ഈ ഒരു ലോ ആ ഒരു സമയത്ത് RSIയുടെ താഴത്താണ് നോക്കേണ്ടത്. ഓക്കെ, താഴത്തെ ലോ ഇതാണ്. സോ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തത് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഹൈ ഇതാണ്, ഇവിടെ ഒരു ലോ ആണ്. ദെൻ ഇതിൻ്റെ അബവാണ്. ഓക്കെ, ഇതിൻ്റെ അബവാണ്. സോ കൗണ്ടിങ് എവിടെ നിന്ന് വരുന്നു? സോ കൗണ്ടിങ് നമ്മുടെ എവിടെ നിന്ന് വരുന്നു? ഇതാണ് ലോവസ്റ്റ് പോയിൻറ്റ്. ഇത് കണ്ടോ, ഇവിടെ താഴെ MACD നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ലോ, ഇതിൻ്റെ ലോ ഇതാണ്. ഓക്കെ, ഇത് ഹൈ ആണ്. MACD ഇവിടെ നോക്കാൻ ഡൈവർജൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കണ്ടോ, MACD നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൈവർജൻസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. യെസ്, സോ ലോവസ്റ്റ് പോയിന്റ് ഏതാണ്? നമ്മുടെ ഇതായിരിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. MACD ആണ് നമുക്ക് പറഞ്ഞു തരും. ദാറ്റ് മീൻസ് പ്രൈസിൻ്റെ ലോ ഏതാണ്. സോ ഇവിടെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, സോ അതാണ് നമ്മുടെ MACD പറഞ്ഞു തരും നമുക്ക് ലോവസ്റ്റ് പോയിന്റ് ഇതാണ്, ഇവിടെ നിന്നാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. സോ പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ പ്രൈസ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫിബൊനാച്ചി ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ 101%-നാണ് ഇവർ പ്രൈസ് പോക്കിയത്. ഓക്കെ, കണ്ടോ, 100. ദാറ്റ് മീൻസ് ഇത് ABC സ്ട്രക്ചറാണ്, മനസ്സിലായോ? സോ ലോവസ്റ്റ് പോയിന്റ് പിടികിട്ടിയല്ലോ. ലോവസ്റ്റ് പോയിന്റ് ഇതാണ്. സോ അതിൻ്റെ ബൗൺസ് ഇതായിരുന്നു. ആൻഡ് ഇത് B ആണ്. സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ സോ സിയിലേക്ക് എൻറ്റേർഡ് ആവും. ഓക്കെ, സി 61.80% ആൻഡ് 100% ആൻഡ് 127 വരെ പോകാറുണ്ട്. സോ ഇത് ഇൻ കേസ് ദാറ്റ് മീൻസ് 101%-ൻ്റെ വാല്യൂ ഇപ്പോൾ മനസ്സിലായല്ലോ. സോ ഇതാണ് 101%. ഇതിൻ്റെ വീഡിയോ ഞാൻ ABCയുടെ ഇപ്പോൾ ഈ 101% ഏതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ കറക്ഷൻ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തേക്കാം, കമൻറ്റ് സെക്ഷനിലും കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇത് ഫൈൻഡ് ചെയ്ത്. ദാറ്റ് മീൻസ് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ MACD ഓർ RSI ഇത് രണ്ടിൽ ഏതെങ്കിലും വേണം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും, എക്സാക്ട്ലി അറിയാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് ബേസ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എവിടെയാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, കൗണ്ട് ചെയ്യാനായിട്ട് ഇമ്പൾസീവ് മൂവ് വേറെ ആയിരിക്കും ആൻഡ് ABC കറക്ഷൻ വരും. കാരണം എന്ന് വെച്ചാൽ ഇത് 81.20% പോവുകയാണെങ്കിൽ അത് ഏതായന്നെ നമ്മുടെ ഇമ്പൾസ് ആയെന്നെ. പക്ഷേ ഇത് ലോവും ബ്രേക്ക് ചെയ്ത് എടുക്കുന്നത് എവിടെ നിന്ന് 101% അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ RSI അല്ലെങ്കിൽ MACD നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഡൈവേർജൻസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്. ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ആൻഡ് ഈ ഒരു MACD നമ്മുടെ എലിറ്റ് വേവ് തിയറി നമ്മൾ ഇതിൻ്റെ MACD ഇത് മാത്രമല്ല, ഈ ബേസ് പോയിന്റ് കണ്ടുപിടിക്കാൻ മാത്രമല്ല ഇതിൻ്റെ യൂസ് അപ്കമിങ് ടൈമിൽ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഇതിൻ്റെ വ്യൂസ് സെക്കൻഡ് വേവിൽ കൂടിയാണ്. സെക്കൻഡ് വേവിൽ ഇത് ഡൈവേർജൻസ് ഉണ്ടാക്കും. അത് ഒത്തിരി ഡീപ്പുമാണ്. കൺഫ്യൂസിങ് ആയിരിക്കും അപ്കമിങ് ടൈമിൽ പറഞ്ഞത്. ബട്ട് അത് സെക്കൻഡ് വേവിലാണ് നമുക്ക് ശരിക്കും നോക്കേണ്ടത്. സെക്കൻഡ് വേവിൽ നോക്കണം. ആൻഡ് ദെൻ ഫിഫ്ത്ത് വേവിലും ഡൈവേർജൻസ് ക്രിയേറ്റ് ചെയ്യും. സോ 1, 2 and 5th ഇതിൻ്റെ 0, 2 and 5th. ഓക്കെ, അതുകൊണ്ടാണ് MACD നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ എല്ലാവരും കൂടി ഇതൊന്നും ജസ്റ്റ് ഒരു പോയിൻ്റാണ്, ഇത് ഞാൻ ഷെയർ ചെയ്തതാണ്. ഹോപ്പ് യു ലവ് ചെയ്തിട്ട് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ. താങ്ക് യു സോ മച്ച്.